ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റേഡ്. കറക്റ്റായിട്ടുള്ളൊരു എൻട്രി, എക്സിറ്റ്, റിവേഴ്സൽ പോയിന്റ് ടെക്നിക്കൽ അനാലിസിസ് വഴി കണ്ടുപിടിച്ച് നമുക്കൊരു ആക്യുറേറ്റ് ട്രേഡിങ്ങിലേക്ക്, നമുക്കത് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താൻ സഹായിക്കും നമ്മുടെ സോഫ്റ്റ്വെയറിൽ. അപ്പോൾ ഞാൻ ഇന്ന് നിഫ്റ്റിയുടെ, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയിൽ വന്ന പെർഫോമൻസ്, നമ്മുടെ സോഫ്റ്റ്വെയർ തന്ന സിഗ്നൽസിന് എത്രത്തോളം ആക്യുറസി ഉണ്ടായിരുന്നു, അതേപോലെ നമുക്ക് സിഗ്നൽ റിവേഴ്സ് നമുക്ക് സിഗ്നൽ എടുത്തിട്ട് റിവേഴ്സ് പോയപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത പോയിന്റ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ പറ്റും. അപ്പോൾ ലൈവ് പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രൈഡേ, അതായത് ഇന്ന് മാർക്കറ്റ് ഇല്ല, ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ആണ്. ഇന്നലെ വന്ന പെർഫോമൻസ്, അതായത് 14th, 13th, അതേപോലെ 12th, 11th, പിന്നെ അതേപോലെ അതിന് മുമ്പത്തെ 8th മാർച്ച്, പിന്നെ അതിന് മുമ്പ് 6th, പിന്നെ അതേപോലെ 5th. അപ്പോൾ ഈ ഒരു നവംബർ മാസത്തിൽ നമുക്ക് തുടങ്ങിയൊരു പെർഫോമൻസ് തൊട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം എത്രത്തോളം നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽസ് വന്നു, അതിൻ്റെ അകത്ത് റിവേഴ്സ് പോയ പോയിന്റ് തുടങ്ങി ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് സിഗ്നൽ എത്രത്തോളം റിവേഴ്സ് പോയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ്, ഇപ്പോൾ ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ 14th നവംബറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ഇന്നലെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വലിയൊരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സിഗ്നൽസ് പ്രകാരം, അത് നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷനാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ അല്ല, നമുക്ക് ടോട്ടൽ 8 സ്ട്രാറ്റജി ഉണ്ട്, 15 years എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ 8.1. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നമുക്ക് ലൈവ് പെർഫോമൻസ് ആയിട്ട്, നിങ്ങൾക്ക് ലൈവ് പെർഫോമൻസ് കാണാൻ പറ്റും. ലൈവ് പെർഫോമൻസ് കാണാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ കോൺടാക്ട് നമ്പറും വാട്സപ്പും കോളും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതിൻ്റെ അകത്തേക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റ് നോക്കാം. ഇന്നലത്തെ മാർക്കറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് ടോട്ടൽ 3 സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ലൈവിലേക്ക് ആകുമ്പോൾ നമുക്ക് ലൈവ് റേറ്റ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ മാർക്കറ്റിൽ നിന്ന് ഫോറക്സ് മാർക്കറ്റ് മാത്രമല്ല, ഇന്ന് 15th നവംബർ ആണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ വന്ന ലേറ്റസ്റ്റ്, നമുക്കൊരു ലേറ്റസ്റ്റ് സിഗ്നൽ ഏതാണോ വന്നിരിക്കുന്നത് അതിൻ്റെ ടൈമും ഡേറ്റ് നമുക്ക് മേളിലും താഴെയും കാണാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് ലൈവ് ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ അതിൻ്റെ അകത്ത് എൻട്രി പോയിന്റും, ഇപ്പം അതേപോലെ താഴെ സിഗ്നൽ വന്നതിൻ്റെ ടാർഗറ്റുകൾ 3 താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് രാവിലെ ഒരു ബൈ സിഗ്നൽ വന്നു, ബൈ കൺഫർമേഷൻ കിട്ടിയില്ല. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ഇൻ ബൈ സോൺ ഇവിടെ പറയണം. അതൊന്നും ഓക്കെ ആയിട്ടില്ല, കളർ മാത്രമേ ഇവിടെ ചേഞ്ച് ആയിരുന്നു. താഴത്തെ കൺഫർമേഷൻ ഇവിടെ സെൽ സോണും ഓക്കെ ആയിരുന്നില്ല. കാരണം താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കുകയാണെങ്കിൽ അവിടെ റെഡ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു ട്രേഡ് ഇല്ല. അത് കഴിഞ്ഞ് വന്ന് സെല്ല് ഇവിടുന്ന് ഡൗൺ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് സെല്ല് ഒരു അടിച്ചിറങ്ങി കുറച്ചൊന്ന് ഇറങ്ങിയ ശേഷം തിരിച്ചവിടെ ബാക്ക് ട്രേഡ് പോയി. അപ്പോൾ നല്ലൊരു ട്രേഡ് അവിടെ കിട്ടിയിരുന്നില്ല. അത് കഴിഞ്ഞ് ഫുള്ള് സൈഡ് വേസ് ആയിരുന്നു. ഇത് 14th നവംബറിലാണ്. ഇത് 13th നവംബറിൽ അതിന് മുമ്പത്തെ പെർഫോമൻസ് കണ്ടിന്യൂവേഷൻ മാർക്കറ്റാണ്. അതിന് മുമ്പ് 12th വന്ന് സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ പോയിരിക്കുകയാണ്. അപ്പോൾ സെൽ സിഗ്നൽ വന്നത് നമുക്ക് കൺഫർമേഷൻ പെട്ടെന്ന് തന്നെ ആ സമയത്ത് തന്നെ കൺഫേം ആയി. താഴത്തെ ബ്രേക്കൗട്ടും കടന്ന് അവിടുന്ന് 2 ദിവസത്തോളം 2 ദിവസം മാർക്കറ്റ് പോയി. അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്ന് ബ്രേക്കൗട്ട് ഹൈക്കായിട്ട് നല്ല പോയിന്റ് നമുക്ക് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ക്ലോസിംഗ് ലെവൽ വന്നു. അപ്പം അന്നത്തെ 2 ദിവസം, അത് ഒരു ദിവസം മാത്രമേ റിവേഴ്സ് പോയുള്ളൂ. അതിന് മുമ്പ് 2 ദിവസം മാർക്കറ്റ് സക്സസ് ആയിരുന്നു. അതിന് മുമ്പത്തെ പെർഫോമൻസ് ഇതുപോലെ തന്നെയായിരുന്നു. അപ്പം 11th പെർഫോമൻസും രാവിലെ ബൈ വന്ന് കൺഫർമേഷൻ വന്ന് ബ്രേക്കൗട്ട് ഹൈക്ക് അടിച്ചു. സെല്ലും ഇതേപോലെ തന്നെ കൺഫർമേഷൻ വന്ന് നല്ല റിട്ടേൺസ് കിട്ടി. അത് കഴിഞ്ഞ് വന്ന ബൈ കൺഫേം. അപ്പോൾ അതും സക്സസ് ആയിരുന്നു. അതിന് മുമ്പത്തെ മാർക്കറ്റ് 8th നവംബറിൽ വലിയൊരു ട്രേഡ് നമുക്ക് ഉണ്ടായിരുന്നില്ല. മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ബൈ കൺഫേം ആയതിനു ശേഷം നമുക്ക് എടുക്കാൻ നോക്കിയപ്പോൾ റിവേഴ്സ് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ സെല്ലും ഒരു സക്സസ് ആകുന്ന അന്നത്തെ ദിവസം മാർക്കറ്റ് വലിയ ട്രെൻഡ് ഇല്ലാന്ന് നടക്കുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് 7th നവംബറിൽ പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ നോക്കുമ്പോൾ അവിടെ സൈഡ് വേസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ഹൈക്ക് അടിച്ചിട്ടും കൺഫർമേഷൻ തന്നിട്ടില്ല. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഡൗൺ ആണ്. പക്ഷേ ഇവിടെ ഒരു ട്രേഡ് സ്കാൽപ്പിംഗ് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് കളിക്കുന്നവർക്ക് സ്കാൽപ്പിംഗ്, അതായത് M1 വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. ചെറിയൊരു ഹൈക്ക് ഇവിടുന്ന് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് മോർണിംഗിൽ നോക്കുമ്പോഴേ മനസ്സിലാവും. ഇപ്പോൾ കൺഫർമേഷൻ വന്നൊരു ഹൈക്ക് അടിച്ചിട്ടും കൺഫേം ആദ്യം ഇങ്ങനെ നിൽക്കുകയാണ്, മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആണെന്ന് നടത്താം. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിച്ചടിച്ച് അതിനാണ് നമ്മൾ കളർ കോമ്പിനേഷൻ ആയിട്ട് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ടൊരു ബിഗിനേഴ്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ട്രേഡ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അഥവാ സിഗ്നൽ എടുത്ത് റിവേഴ്സ് പോയി കഴിഞ്ഞാലും എക്സ്ട്രാ കളർ, ഇപ്പോൾ ഇവിടെ ഒരു ബൈ വന്ന് നമ്മൾ എടുത്തു, റിവേഴ്സ് പോയിട്ടുണ്ട്, ഈ ക്യാൻഡിൽ കൺഫേം ആയ ശേഷം റിവേഴ്സ് താഴ്ത്തടിച്ചു. അപ്പോൾ അവിടെ നിന്ന് സൈഡ് വേസ് ആയിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള പൊസിഷൻ നമുക്ക് അവിടെ തരുന്നുണ്ട്.
അപ്പോൾ അതിന് മുമ്പത്തെ മാർക്കറ്റ് നല്ലൊരു ഹൈക്കായിരുന്നു, നല്ലൊരു ഡൗൺ ആയിരുന്നു. ഇപ്പോൾ 7th നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡൗൺ ആയിരുന്നു മാർക്കറ്റ്, കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് ആയിരുന്നു. അതിന് മുമ്പത്തെ ബൈ ആയിരുന്നു, അത് 2 ദിവസം ബൈ പോയിട്ടുണ്ട്. അതായത് 5th വന്ന കണ്ടിന്യൂവേഷൻ 6th കൂടെ ബൈ കണ്ടിന്യൂസ് ആയി പോവുകയായിരുന്നു. അത് 2 ദിവസം ബൈ ഹൈക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് 5th നവംബറിൽ ഒരു ചെറിയൊരു ഡൗൺ ഇവിടെ ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ബൈ കയറിയത്. അപ്പോൾ അന്നത്തെയും അവിടെയും പ്രോഫിറ്റബിൾ ആയിരുന്നു. അതിന് മുമ്പ് 4th നവംബറിലും ഇതേപോലെ കണ്ടിന്യൂവേഷൻ നല്ലൊരു ഡൗൺ അടിച്ചു. ലാസ്റ്റ് ബൈ കയറി കുറച്ച് ചെറിയൊരു പ്രോഫിറ്റ് ലെവൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2 ദിവസമാണ് നമുക്ക് ടോട്ടൽ മാർക്കറ്റ് റിവേഴ്സ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം ഫസ്റ്റ് അതായത് 4th തുടങ്ങിയുള്ള മാർക്കറ്റ് 4th നവംബർ തുടങ്ങി നമുക്ക് നോക്കുകയാണെങ്കിൽ 2 ദിവസം ഒരു 6th വലിയൊരു സിക്കിൾ സക്സസ് ആയിട്ടില്ല. അത് കഴിഞ്ഞല്ലാതെ ഇന്നലത്തെ മാർക്കറ്റ്, അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ 14th നവംബറിൽ അതിന് വലിയ ട്രേഡ് കിട്ടിയില്ല. ബാക്കിയുള്ള ട്രേഡുകളെല്ലാം സക്സസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നമുക്കെന്ന് പറഞ്ഞാൽ സ്കാൽപ്പിങ്ങിൽ ചെറിയ പോയിന്റ് നമുക്ക് അതായത് 1 മിനിറ്റ് വെച്ച് നമ്മൾ പിടിച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് നല്ല ട്രേഡായിട്ട് ഈ 2 ദിവസം പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ റിവേഴ്സ് പോയ പോയിന്റ് നമ്മുടെ സോഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലോസ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ അവിടെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സോഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഇതൊക്കെ ലൈവ് പെർഫോമൻസ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.